ഞാൻ ആദ്യം തന്നെ ഈശോപ്പായ്ക്കും മാതാവിനും ഒത്തിരി നന്ദി പറയുന്നു. ഞങ്ങളുടെ കല്യാണം എൻ്റെ പേര് പ്രിയങ്ക, ഇത് എൻ്റെ ഹസ്ബൻഡ് ബിജു, ഇത് മോന് അഭിനന്ദ്. കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി. 2 പ്രാവശ്യം വിശേഷമാകുകയും അത് അബോർഷൻ ആവുകയും ചെയ്തു. ഞങ്ങൾ പിന്നീട് ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്തില്ല, ദൈവത്തിൽ വിശ്വസിച്ചു. അപ്പം നമ്മുടെ കസിനാണ് മാതാവ് ഇങ്ങനെ കൃപാസനം പള്ളിയുണ്ടെന്നും മാതാവിനെ കുറിച്ച് ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ അന്നേരം തന്നെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു. 2ാമത്തെ പുതുക്കലിൽ അച്ഛനെ കണ്ട് അനുഗ്രഹം മേടിച്ചു. ആ മാസം തന്നെ കൺസീവ് ആവുകയും ചെയ്തു. കാരുണ്യപ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിനടുത്ത് അനാഥാലയമുണ്ട്. അവിടെ ഫുഡ് കൊടുക്കും. പിന്നെ പാലിയേറ്റീവ് കെയറിൽ ഞങ്ങൾ കുറച്ച് ദിവസം വർക്ക് ചെയ്തു. ആ സമയത്തൊക്കെയാണ് വിശേഷമായത്. മാതാവിനും ഈശോപ്പായിലും ഒത്തിരി നന്ദി പറയുന്നു. അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് അച്ഛൻ പറഞ്ഞായിരുന്നു ഇനി കുഞ്ഞുമായിട്ട് വരുമെന്ന് പറഞ്ഞു. ഞങ്ങളതുപോലെ കുഞ്ഞുമായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. രാവിലെ വൈകുന്നേരത്തെയും പ്രാർത്ഥന മുടങ്ങാതെ കൃത്യമായിട്ട് ചെയ്യുകയും പ്രാർത്ഥിക്കുന്നുണ്ട്. തൈലവും എന്നും വയറ്റി പുരട്ടും, പ്രാർത്ഥിക്കും. നേർച്ച വസ്തുക്കളെല്ലാം നല്ല രീതിയിൽ തന്നെ ആത്മാർത്ഥമായിട്ടും പ്രാർത്ഥനാപൂർവ്വം ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ മറ്റുള്ളവരൊക്കെ ഇങ്ങനെ ഓരോ അനുഗ്രഹങ്ങളെക്കുറിച്ച്, ഞങ്ങൾക്ക് അനുഗ്രഹം കിട്ടിയിരുന്നില്ല അന്നേരം, ബാക്കിയുള്ളവർക്ക് അനുഗ്രഹം കിട്ടിയതിനെക്കുറിച്ച് ഞാൻ ഒത്തിരി പറയുമായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് മാതാവ് കുഞ്ഞുവാവെ തന്ന് അനുഗ്രഹിച്ചു. ഇന്നിപ്പം കുഞ്ഞുവാവിനെ കൊണ്ട് ഞാനും ചേട്ടായും കൂടെ വന്നേക്കുവാണ്. എല്ലാത്തിനും മാതാവിന് ഈശോപ്പായ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 30-ാം അധ്യായം 22-23 തിരുവചനങ്ങൾ. ദൈവം റാഹേലിനെ സ്മരിച്ചു. അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേൾക്കുകയും അവളുടെ വന്ധ്യത്വം അവസാനിപ്പിക്കുകയും ചെയ്തു. അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. അവൾ പറഞ്ഞു, എൻ്റെ അപമാനം ദൈവം നീക്കിക്കളഞ്ഞിരിക്കുന്നു. പ്രിയങ്ക കൃഷ്ണൻ എന്ന ഈ മകൾ തൻ്റെ ദാമ്പത്യ ജീവിതത്തിൻ്റെ 10 വർഷങ്ങൾ കുഞ്ഞില്ലാതെ ഏറെ ക്ലേശിക്കുകയും പല ചികിത്സകൾ തേടി പരാജയപ്പെടുകയും പൂർണ്ണമായും ഇനി മുൻപോട്ട് എന്ത് എന്ന ആദിയോടുകൂടി ജീവിക്കുകയും ചെയ്ത നാളുകളിലാണ് അമ്മ മാതാവിനെക്കുറിച്ചറിഞ്ഞ് കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത നാൾ മുതൽ വിശ്വസ്തയോടുകൂടി ഉടമ്പടി ജീവിതം മകൾ നയിച്ചു തുടങ്ങുകയും ജീവിത പങ്കാളി ഒപ്പം ചേർന്ന് പൂർണ്ണമായി അതിൽ സഹകരിച്ച് ഉടമ്പടി ജീവിതം രണ്ടുപേരും മുന്നോട്ട് നയിക്കുകയും ചെയ്തു. മകൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ജോസഫ് അച്ഛനെ കണ്ട് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയിലൂടെ സൈത്ത് പൂശി അടിവയറ്റിൽ കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ഉടമ്പടി തൈലം എന്നും അടിവയറ്റിൽ പൂശി കുരിശടയാളം വരച്ച് അമ്മ മാതാവിൻ്റെ സംരക്ഷണത്തിനും ഈശോയുടെ അനുഗ്രഹത്തിനും വേണ്ടി പ്രാർത്ഥിച്ചു. 10 വർഷമായി കുഞ്ഞുങ്ങളില്ലാതിരുന്ന ദമ്പതികൾക്ക് ഉടമ്പടി എടുത്ത് 1 മാസത്തിന് ശേഷം ഗർഭം ധരിക്കുവാനും ആരോഗ്യമുള്ള കുഞ്ഞിന് ലഭിക്കുവാനും അമ്മ മാതാവും ഈശോയും കുടുംബത്തെ അനുഗ്രഹിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. എത്ര വർഷം കഴിഞ്ഞതാവട്ടെ, എത്ര നാളായി പരിശ്രമിച്ച് പ്രയോജനമില്ലാത്തതാവട്ടെ, നമുക്കിനി പ്രതീക്ഷകളില്ലെന്ന് മറ്റുള്ളവർ നമ്മളോട് പറഞ്ഞതാവട്ടെ, നമ്മുടെ അമ്മ മാതാവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ അസാധ്യമെന്ന് കരുതുന്നതിന് മേൽ ദൈവകൃപയാൽ വലിയ അനുഗ്രഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ നമുക്ക് കൈമാറുന്നത് കാണുവാനാവും. അതിൻ്റെ നല്ലൊരു സാക്ഷ്യമാണ് ഈ മക്കൾ ഈ അൾത്താരയിൽ ഈ കുഞ്ഞുമായി ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മ മാതാവിന് നന്ദി പറഞ്ഞ് പങ്കുവയ്ക്കുന്നത്. ഈ കുടുംബത്തിൽ ലഭിച്ച ഈ ദൈവാനുഗ്രഹത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.